നമസ്കാരം, ഞാൻ ഡോക്ടർ ലിജിന. ഇന്നത്തെ ഹെൽത്ത് ടോക്കിൽ നമ്മൾ യൂറിക് ആസിഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഒരു ബ്രേക്ക് ഡൗൺ എൻഡ് പ്രൊഡക്റ്റ് ആണ്. അതായത് പ്യൂരിൻ മെറ്റബോളിസത്തിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് യൂറിക് ആസിഡ്. അപ്പോൾ നമുക്ക് പ്യൂരിൻ എന്താണെന്ന് നോക്കാം. പ്യൂരിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ രണ്ട് രീതിയിൽ എത്തുന്നുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്ന പ്യൂരിനെ ഡയറ്ററി പ്യൂരിൻ എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ബോഡി തന്നെ ഉണ്ടാവുന്ന പ്യൂരിൻ ഉണ്ട്, ബോഡി പ്യൂരിൻ. അതായത് നമ്മുടെ കോശങ്ങളിലെ ജനിതക മെറ്റീരിയലായ DNA, RNA ഒക്കെ പ്യൂരിൻ വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ലക്ഷക്കണക്കിന് കോശങ്ങൾ ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ നിന്ന് നശിക്കുന്നുണ്ട്. ആ കോശങ്ങളിലെ ജനിതക മെറ്റീരിയൽ ആയ DNA, RNA ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പ്യൂരിന് വിഘടിച്ച് യൂറിക് ആസിഡായി നമ്മുടെ രക്തത്തിലെത്തുകയും പിന്നീട് അത് കിഡ്നി വഴി യൂറിനിലൂടെ ആ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ആയിട്ട് പോവുകയാണ് അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കഴിക്കുന്ന പ്യൂരിൻ്റെ അളവ് കൂടിയാലോ, അതുപോലെ നമ്മുടെ കിഡ്നി ഫങ്ഷൻ പ്രോപ്പർ അല്ലെങ്കിലോ നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായി ബ്ലഡിൽ യൂറിക് ആസിഡ് ഉയർന്നു കാണുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പർ യൂറീസീമിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂറിക് ആസിഡിൻ്റെ നോർമൽ ലെവൽ നോക്കാം. അത് പുരുഷന്മാരിൽ 7.2 mg/dL വരെ ആവാം. അതുപോലെ തന്നെ സ്ത്രീകളിൽ 6 mg/dL വരെ ആവാം. പക്ഷേ സ്ത്രീകളിൽ ഒരു പെരിമെനോപോസൽ സ്റ്റേജിൽ, അതായത് ആർത്തവ വിരാമത്തിനോടനുബന്ധിച്ചുള്ള സമയങ്ങളിലും അതുകൂടാതെ മെനോപോസ് കഴിഞ്ഞതിന് ശേഷം, അതായത് ആർത്തവ വിരാമത്തിന് ശേഷം നമുക്ക് യൂറിക് ആസിഡിൻ്റെ ലെവൽ സ്ത്രീകളിൽ ഈ 6 mg/dL എന്ന് പറഞ്ഞതിലും കൂടുതൽ കാണുന്നുണ്ട്. അതിന് കാരണം ഈസ്ട്രോജൻ്റെ ഒരു ആഡഡ് സപ്പോർട്ട് ഈ ഒരു മെനോപോസൽ സ്റ്റേജിൽ സ്ത്രീകളിൽ കുറഞ്ഞു വരും. ഈസ്ട്രോജൻ നമ്മുടെ യൂറിക് ആസിഡിൻ്റെ ലെവലിനെ നോർമലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ ഈസ്ട്രോജൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂറിക് ആസിഡ് ഹൈ ആയി കാണാറുണ്ട്. ഇത് നമ്മുടെ ജീവിതശൈലി ക്രമീകരണം കൊണ്ട് നമുക്ക് നോർമലാക്കി കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ 2 നോർമൽ ലെവൽ പറഞ്ഞെങ്കിലും നമ്മുടെ ഒരു മെറ്റബോളിക് ഹെൽത്തി ലെവൽ ഓഫ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു 5.5 to 6 mg/dL നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കണം. ഈ യൂറിക് ആസിഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുവിധം ആൾക്കാർക്കൊക്കെ പരിചയമുള്ളൊരു കാര്യമാണ് ഗൗട്ട്, അതായത് ഹൈപ്പർ യൂറീസീമിയ. ഒത്തിരി നാൾ നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡ് ലെവൽ ഹൈ ആയി നിന്നാൽ അത് ജോയിൻസിലൊക്കെ പോയി ക്രിസ്റ്റലൈസ് ആയിട്ട് ഗൗട്ട് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചെറിയ ചെറിയ ജോയിൻസിൽ, പ്രത്യേകിച്ച് ഈ ബിഗ് ടോ, കാലിൻ്റെ തള്ളവിരലിലൊക്കെ ഒരു അസഹ്യമായ വേദന, അതുപോലെ ഒരു റെഡ്നെസ്, നീർക്കെട്ടൊക്കെ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതിനെ ഗൗട്ട് എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ യൂറിക് ആസിഡ് ഹൈ ആയിരിക്കുമ്പോൾ അത് യൂറേറ്റ് ക്രിസ്റ്റൽസ് ആയി കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കിഡ്നി സ്റ്റോൺ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ള ഒരു 2 കാര്യങ്ങളാണ്. യൂറിക് ആസിഡ് കൊണ്ട്, ഹൈ യൂറിക് ആസിഡ് കൊണ്ട് ഉണ്ടാകുന്ന 2 കാര്യങ്ങളാണ്. പക്ഷേ ഇത് കൂടാതെ തന്നെ യൂറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് യൂറിക് ആസിഡ് ലെവല് ഹൈ ആയിരിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഇന്നർ ലൈനിങ് ആയ എൻഡോത്തീലിയത്തിന് ഒരുപാട് സ്ട്രക്ചറൽ വേരിയേഷൻസ് നടക്കുന്നുണ്ട്. അതായത് ഹൈ യൂറിക് ആസിഡ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഫ്ലെക്സിബിലിറ്റിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നൈട്രിക് ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ കുറയും. അതുവഴി നമ്മുടെ ബ്ലഡ് വെസല് ഒരു സ്റ്റിഫ്നെസ് വരികയും അത് ഹൈ ബ്ലഡ് പ്രഷറിനും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസിനും അതുപോലെ സ്ട്രോക്കിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പം നമ്മൾ യൂറിക് ആസിഡിനെ ചെറിയൊരു ഗൗട്ടിലോ കിഡ്നി സ്റ്റോണിലോ ഒതുക്കാൻ പറ്റുന്നതല്ല. യൂറിക് ആസിഡ് അതുകൂടാതെ അതിനപ്പുറം നമ്മുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ മെറ്റബോളിക് സിൻഡ്രോംസ് ആയ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഒബേസിറ്റി, അതുപോലെ ഡിസ്ലിപ്പിഡീമിയ, അതായത് കൊളസ്ട്രോൾ ഹൈ ആയിരിക്കുന്ന ഒരവസ്ഥ, അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇതിൻ്റെയൊക്കെ കൂടെ നമ്മളെ യൂറിക് ആസിഡിൻ്റെ ലെവലും ഹൈ ആയി കാണുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെയുള്ള ആൾക്കാരിൽ യൂറിക് ആസിഡിൻ്റെ ലെവല് ഈ അസുഖങ്ങളോട് കൂടെ തന്നെ ഹൈ ആയി കാണുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റബോളിക് സിൻഡ്രോംസിനോട് യൂറിക് ആസിഡിനുള്ള ഒരു റിലേഷനാണ് ഇതിലൂടെ കാണുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് യൂറിക് ആസിഡ് ലെവൽ ഹൈ ആയി കണ്ടാൽ തന്നെ
ഉടൻ തന്നെ നമ്മുടെ ജീവിതശൈലി ക്രമീകരണങ്ങൾ കൊണ്ട് അതിനെ നോർമലൈസ് ചെയ്യാൻ നോക്കണം. അതിന് എന്തൊക്കെ ജീവിതശൈലി ക്രമീകരണങ്ങളാണ് യൂറിക് ആസിഡിനെ നോർമലായിട്ട് നിർത്താൻ ചെയ്യേണ്ടതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ജീവിതശൈലി ക്രമീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഉറക്കത്തിൽ നിന്ന് തുടങ്ങാം. അതായത് രാത്രി ഒരു 8 മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിന് നമ്മൾ ചിട്ടയായ ഒരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാക്കി കൊണ്ടുവരണം. അതായത് ഒരു കറക്റ്റ് സമയത്ത് കിടക്കുക, മോർണിംഗ് കറക്റ്റ് സമയത്ത് എണീക്കുക എന്നുള്ളൊരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ ഉറക്കം പ്രോപ്പറാണെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ഈ ഉറക്കം പ്രോപ്പർ ആവുന്നതിലൂടെ നമ്മുടെ സ്ട്രെസ്സ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സ്ട്രെസ്സാണ് ഒരുവിധ എല്ലാ മെറ്റബോളിക് സിൻഡ്രോംസിനും അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഹൈ ആവാനുമുള്ള ഒരു മെയിൻ കാരണം. ഇനി നമുക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് പ്രോപ്പർ ആണെന്ന് നോക്കണം. അതായത് ഒരു ദിവസം ഒരു 8-9 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതായത് മിനിമം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പുറത്തൊക്കെ ചൂടത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം കുടിക്കണം. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ കാപ്പി, ചായ അതിൻ്റെ കൂട്ടത്തിലല്ല, നോർമലായി നമ്മൾ സാധാരണ പ്ലെയിൻ വാട്ടർ തന്നെ കുടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതിലൂടെ നമ്മൾ നമ്മുടെ കിഡ്നിയെ നമ്മുടെ അനാവശ്യമായ യൂറിക് ആസിഡിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം നന്നായി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി ജീവിതശൈലി ക്രമീകരണം എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് എക്സസൈസ്. ഒരു ദിവസം ശരാശരി 30 to 40 മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുവഴി നമ്മുടെ ബോഡി വെയ്റ്റിന്റെ ഒരു 10% നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയാലേ യൂറിക് ആസിഡിന്റെ ലെവൽ നോർമലൈസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒഴിവാക്കേണ്ട 2 ശീലങ്ങൾ, അതായത് നമ്മുടെ യൂറിക് ആസിഡിന്റെ ലെവലിനെ താളം തെറ്റിക്കുന്ന 2 ദുശീലങ്ങളാണ് മദ്യപാനം അതുപോലെ പുകവലി. ഈ ഒരു ആൽക്കഹോള് കഴിക്കുന്ന കൂടെ നമ്മൾ എക്സ്ട്രാ പ്യൂരിനാണ് ബോഡിക്ക് കൊടുക്കുന്നത്. അതായത് ബിയറിലൊക്കെ ഹൈ പ്യൂരിൻ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് അമിതമായി മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ശീലം ഒഴിവാക്കുക. അതുപോലെ സ്മോക്കിങ്ങും ഒഴിവാക്കുക. നമുക്ക് ഹൈപ്പർ യൂറീസീമിയ ഉള്ള ഒരാൾ എന്തൊക്കെ ഫുഡ് നന്നായി കഴിക്കാം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ മിതമായി കഴിക്കണം എന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയ കേക്ക്സ്, അതുപോലെ കെച്ചപ്പ്, ഷുഗറി ആയിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇതൊക്കെ നമ്മുടെ യൂറിക് ആസിഡിന്റെ ലെവലിനെ താളം തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസിൽ ഈസ്റ്റ് അടങ്ങിയ ബ്രെഡ്, ബണ്ണ്, ഇതൊക്കെ നമ്മുടെ യൂറിക് ആസിഡിന്റെ ലെവലിനെ താളം തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഓർഗൻ മീറ്റ്, നമ്മുടെ ചിക്കൻ, മട്ടൺ, ഇതിൻ്റെയൊക്കെ ലിവർ, അതുപോലെ ഹാർട്ടൊക്കെ കറി വെച്ച് കഴിക്കുകയോ ഫ്രൈ ചെയ്ത് കഴിക്കുകയോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ യൂറീസീമിയ കണ്ടീഷനിലുള്ള ഒരാൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. കാരണം ഈ സെല്ലുലാർ ഫുഡ്സ് യൂറിക് ആസിഡിന്റെ ലെവല് ഒരു ഡിസ്റ്റർബൻസ് വരുന്നതിന് കാരണമായേക്കാം. പിന്നെ നമ്മൾ മിതമായി കഴിക്കേണ്ട ഫുഡ് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ചിക്ക് പീ, അതുപോലെ പിജിയൻ പീ, പിന്നെ കിഡ്നി ബീൻസ്, ഇതൊക്കെ മിതമായി ഉപയോഗിക്കുക. അതുപോലെ നമ്മുടെ ചുവന്ന ചീര യൂറിക് ആസിഡിന്റെ ഒരു ഹൈ പ്യൂരിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അതും മിതമായി ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ ഷെൽ ഫിഷസ് ആയിട്ടുള്ള ചെമ്മീൻ, കക്ക, അതുപോലെ കലുമക്കായ, ഇതൊക്കെ മാക്സിമം ഒരു 3 വീക്സിൽ വൺസോ അങ്ങനെ എങ്ങനെയെങ്കിലും കുറച്ച് പരിമിതപ്പെടുത്തി ഉപയോഗിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ മത്തിയുടെ ഉപയോഗം ഇത്തിരി കുറക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിലൊക്കെ പ്യൂരിൻ ഹൈ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ മഷ്റൂം, കൂണ് യൂസ് ചെയ്യുന്നവർ അതിൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ട ആവശ്യമാണ്. ഇത്രയൊക്കെ ഫുഡ് ഐറ്റംസ് നമ്മൾ ഇത്തിരി കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്ന പ്യൂരിൻ്റെ അളവ് കുറഞ്ഞു വരും. അതുവഴി യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറയും. ഇനി നമുക്ക് നന്നായി കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ് നോക്കുവാണെങ്കിൽ അതിൽ നമ്മുടെ കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതൊക്കെ വെച്ച്, ആപ്പിൾ, ഇതൊക്കെ വെച്ച് നമുക്ക് സാലഡ് ഉണ്ടാക്കി അതിൽ ഇത്തിരി ഹെൽത്തി ഫാറ്റായ ഒലിവ് ഓയിലും വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ മിക്സ് ചെയ്ത് ഒരു ലെമണൊക്കെ സ്ക്യൂസ് ചെയ്ത് സാലഡ് ഉണ്ടാക്കി കഴിക്കുന്നത് യൂറിക് ആസിഡ് ഹൈ ആയവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ്. അതുപോലെ തന്നെ അധികം പഴുക്കാത്ത പപ്പായ, അധികം പഴുക്കാത്ത പൈനാപ്പിൾ, അതുപോലെ നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ് ആയ ലെമൺ,
മൊസമ്പി, ഓറഞ്ച്, പേരക്ക, അതുപോലെ ബെറീസ്, ചെറീസ്, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്താം. ഒരു 2 നെല്ലിക്ക ഒരു ദിവസം കഴിക്കുന്നത് ഹൈപ്പർ യൂറേസിമിയ കേസസിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ പച്ചക്കറികളിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ കുമ്പളങ്ങ, അതായത് ആഷ് ഗോഡ്, അതുപോലെ ബോട്ടിൽ ഗോഡ്, പിന്നെ കൈപ്പക്ക, പാവയ്ക്ക പറയുന്ന ബിറ്റർ ഗോഡ്, ഇതൊക്കെ നമുക്ക് നന്നായി ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഐറ്റംസിൽ പെടുന്ന റെഡ് ഓണിയൻ, ബ്രോക്കോളി, കോളിഫ്ലവർ ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് വഴി യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ നമുക്ക് കുറക്കാൻ പറ്റും. അതായത് പ്യൂരിനെ യൂറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പവർഫുൾ എൻസൈമായ സാൻഡൈൻ ഓക്സിഡേസിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസിനുണ്ട്. അതുവഴി യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ നമുക്ക് യൂറിക് ആസിഡിന്റെ എമൗണ്ടിനെ ആ ഒരു ലെവലിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇലക്കറികളിൽ മുരിങ്ങയില, കറിവേപ്പില, അതായത് കറി ലീവ്സ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. പാലുൽപ്പന്നങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവോ എന്നുള്ളൊരു ഡൗട്ട്സ് ഒത്തിരി ആൾക്കാർക്കുള്ളതാണ്. ഹൈപ്പർ യൂറീസിമിയ കണ്ടീഷനിൽ ലോ ഫാറ്റ് മിൽക്ക് നമ്മൾ ഇത്തിരി ഒരു പിഞ്ച് ടെർമറിക് ഒക്കെ ഇട്ട് ഒരു വീക്കിലി ഒരു 3 ഗ്ലാസ് മിൽക്ക് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ ഓവർ ഉപയോഗം വേണ്ട. വീക്കിലി ഒരു 3 ഗ്ലാസ് മിൽക്കൊക്കെ നമ്മളെ ബോഡിയിലോട്ട് ചെല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ ബട്ടർ മിൽക്ക്, മോര് നല്ലൊരു ഓപ്ഷനാണ്. മോരിൽ വറുത്ത് പൊടിച്ച ജീരകം ഇട്ട് കഴിക്കുന്നത് യൂറിക് ആസിഡ് ഹൈ ആയവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മുട്ട, നമുക്ക് ഒരു മുട്ട ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് യൂറിക് ആസിഡ് ഹൈ ആയവർക്ക് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ അതിന്റെ അളവ് കൂടാൻ പാടില്ല. ഒരു ദിവസം ഒരു മുട്ട എന്നുള്ളൊരു കണക്കിൽ കഴിക്കാം. ഇനി നമുക്ക് കുറച്ച് ഹെർബൽ ടീസ് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ യൂറിക് ആസിഡിന്റെ ഒരു ലെവലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന ഒന്നാണ് നമ്മുടെ കൊറിയാൻഡർ സീഡ്സ്, അതായത് മല്ലിയുടെ സീഡ്സ് ക്രഷ് ചെയ്ത് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ അത് ഇട്ട് അതിനെ തിളപ്പിച്ച് കുറുക്കി ഒരു ഗ്ലാസ് ആക്കി കുടിക്കുക. അതുപോലെ തന്നെ ഇഞ്ചി ക്രഷ് ചെയ്തിട്ട് അത് 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് അതിനെ തിളപ്പിച്ച് 1 ഗ്ലാസ് ആക്കി അതിലൊരു പിഞ്ച് ടെർമറിക് കൂടി ഇട്ട് കുടിക്കുന്നതും ഒരു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് കോക്കനട്ട് വാട്ടറും അതുപോലെ ബാർലി വെള്ളവും. ഇത് രണ്ടും നമ്മുടെ യൂറിനെ പ്രോപ്പറായിട്ട് പുറത്തേക്ക് കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ എക്സസ് ആയിട്ടുള്ള യൂറിക് ആസിഡ് അതുപോലെ നമ്മുടെ ടോക്സിൻസ് ഒക്കെ കിഡ്നിയെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത്രയും ഹെർബൽ ടീസും ഡ്രിങ്ക്സും നിങ്ങളുടെ ഡെയിലി റൂട്ടിൻ്റെ ഒരു ഭാഗമാക്കുക. ഇനി നമുക്ക് ഹൈ യൂറിക് ആസിഡ് കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെർബൽ കോമ്പിനേഷൻ പറയാം. അതായത് ചിറ്റമൃതം ഉണക്കി പൊടിച്ചത് ഒരു 20 ഗ്രാം, ഇരട്ടി മധുരം ഉണക്കി പൊടിച്ചത് ഒരു 10 ഗ്രാം, കടുക്ക ഉണക്കി പൊടിച്ചത് 10 ഗ്രാം, അതുപോലെ ചുക്ക് ഉണക്കി പൊടിച്ചത് ഒരു 5 ഗ്രാം. ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വെക്കുക. അതിൽ നിന്നൊരു 2 ഗ്രാം തേനുണ്ട കൂടെ മിക്സ് ചെയ്ത് ഭക്ഷണത്തിന് ശേഷം രാവിലെയും രാത്രിയും കഴിച്ചു നോക്കുക. 1.5 മാസം ഇത് കണ്ടിന്യൂസ് ആയി ചെയ്തു നോക്കുക. അതിനുശേഷം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അതിൽ യൂറിക് ആസിഡിന്റെ എമൗണ്ട് മുമ്പത്തതിൽ നിന്നും വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു ഹെർബൽ കോമ്പിനേഷൻ എങ്ങനെയാണ് ഹൈ യൂറിക് ആസിഡ് കണ്ടീഷനിനെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. ഇതിൽ പറയുന്ന ചിറ്റമൃത്, അതിന്റെ സയന്റിഫിക് നെയിം വരുന്നത് ടിനോസ്പോറ കോഡിഫോളിയാണ്. അതിലെ ടിനോസ്പോറിൻ എന്നൊക്കെ പറയുന്ന കണ്ടൻസ് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളതാണ്. അതിൽ യൂറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അനാവശ്യമായ ഒരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ ഇരട്ടി മധുരം എന്ന് പറയുന്നത് ഗ്ലൈസറൈസ ഗ്ലാബ്ര എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. അതിലുള്ള കോമ്പോണൻസ് ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് യൂറിക് ആസിഡ് അനാവശ്യമായ ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറക്കാൻ ഈ ഇരട്ടി മധുരത്തിന്റെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിക്ക് കഴിയും. അതുപോലെ കടുക്ക എന്ന് പറയുന്നത് ത്രിബലയിലെ ഒരു മരുന്നാണ്. കടുക്ക നമ്മുടെ പ്രോപ്പർ മെറ്റബോളിസത്തിനും പ്രോപ്പർ അബ്സോർപ്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ കടുക്ക ഒരു പ്രോപ്പർ ലാക്സേറ്റീവ് കൂടെയാണ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മലശോധനക്കൊക്കെ ഈ ഒരു കടുക്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യൂറിക് ആസിഡ് ഹൈ ആയിരിക്കുന്നവരുടെ മെറ്റബോളിസം ഒക്കെ പ്രോപ്പർ ആക്കാൻ കടുക്കക്ക് പറ്റും. പിന്നെ നമ്മൾ ചുക്കും അതുപോലെ മെറ്റബോളിസത്തിന് പ്രോപ്പർ അബ്സോർപ്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ് ഈ ഒരു ഹെർബൽ കോമ്പിനേഷൻ യൂറിക് ആസിഡ് ഹൈ ആയ കേസിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മുമ്പേ വെള്ളത്തിന്റെ അളവ് പറയുമ്പോൾ
8-9 ഗ്ലാസ് വെള്ളം കുടിക്കണം ഒരു ദിവസം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അത് നിങ്ങളൊരു ഹാർട്ട് ഡിസീസസിനോ അല്ലെങ്കിൽ വല്ല കിഡ്നി ഡിസീസസിനോ ഒക്കെ നിങ്ങളോട് ഫ്ലൂയിഡ് കൺട്രോളോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം അത് നിങ്ങളുടെ യൂറിക് ആസിഡ് ഹൈ ആവാനുള്ള കാരണം ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലും ആവാം. അത് നിങ്ങൾ ഡോക്ടറുടെ സഹായത്തോടെ മാത്രം ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇത്രയും ജീവിതശൈലി ക്രമീകരണങ്ങൾ നടത്തിയിട്ടും നിങ്ങളുടെ യൂറിക് ആസിഡ് ഹൈ ആയി തന്നെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ സഹായം തേടേണ്ടതാണ്. കാരണം ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ക്രമീകരണം കൊണ്ട് മാത്രം നിങ്ങളുടെ കണ്ടീഷനിൽ യൂറിക് ആസിഡ് കുറക്കാൻ പറ്റിയില്ലെങ്കിൽ മരുന്നുകളുടെ സഹായത്തോടെ യൂറിക് ആസിഡ് കുറയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ ഈ ഒരു യൂറിക് ആസിഡ് ഹൈ ആയിരിക്കുന്നവർ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഒഴിവാക്കേണ്ട ഫുഡ് ഐറ്റംസ് പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. നമ്മളെക്കാളും കൂടുതൽ ഈ ഒരു പ്രോസസ്ഡ് ഫുഡ്സ് ആയാലും ഷുഗറി കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയാലും പേസ്ട്രീസ് ആയാലും കെച്ചപ്പ് ആയാലും ഒക്കെ കൂടുതൽ കഴിച്ചു വരുന്നത് നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ പണ്ടൊക്കെ കുട്ടികൾ ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്നതും കുറവാണ്. കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ചുള്ള ഒരു എക്സസൈസും ഒരു ബോഡി മൂവ്മെന്റ്സ് ഒക്കെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനത്തെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയ ഫുഡുകൾ കഴിക്കുകയും ചെയ്യും. ഒരു ആക്ടിവിറ്റീസ് കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊരു 16-17 വയസ്സാകുമ്പോഴത്തേക്ക് യൂറിക് ആസിഡ് ഹൈ ആയി കാണുന്നുണ്ട്. അപ്പം കുട്ടികളെയും പറഞ്ഞ് ഒരു ഭക്ഷണ ക്രമീകരണം അതുപോലെ ഉറക്ക ക്രമീകരണമൊക്കെ നമ്മൾ നടത്തുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിക്കുന്നു.